ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ +1 ക്ലാസിന്റെ സെറ്റ് എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പാർട്ട് 3യിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1ലും പാർട്ട് 2ലുമായിട്ട് നമ്മൾ എന്താണ് സെറ്റ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ സെറ്റിന്റെ ഡിഫറെന്റ് ഫോംസ്, റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം, പിന്നെ സെറ്റ് ബിൽഡർ ഫോം, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം, സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി ഈ പാർട്ട് 3ല് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടോപ്പിക്, സബ് ടോപ്പിക് എംപ്റ്റി സെറ്റ്. ഇത് നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ സ്റ്റഡി ചെയ്തതിനു ശേഷം വേണം പാർട്ട് 2 ഫോളോ ചെയ്യാൻ, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോ എംപ്റ്റി സെറ്റ് എന്താണ്, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എംപ്റ്റി സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നൾ സെറ്റ് ഓർ നൾ സെറ്റ്. എന്താണ് എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്? എംപ്റ്റി, അതിലൊന്നുമില്ല, അതന്നെ. മനസ്സിലായോ? അപ്പോ എംപ്റ്റി സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ദി സെറ്റ്, രണ്ട് ബ്രാക്കറ്റ് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എലമെന്റ്സ് ഒന്നും എഴുതില്ല, അതാണ് എംപ്റ്റി സെറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിനോട്ട് 5. ഇത് രണ്ട് എംപ്റ്റി സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എംപ്റ്റി സെറ്റ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും എംപ്റ്റി സെറ്റ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അത് കൺസിഡർ ചെയ്യണേ, ഒന്നുമില്ലാത്ത സെറ്റ്. അല്ല, അങ്ങനെയല്ല അതിന്റെ കൺസെപ്റ്റ്. എംപ്റ്റി സെറ്റ് ഞാൻ കുറച്ചും കൂടി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ ഒരു സെറ്റ് കൺസിഡർ ചെയ്യുക. സെറ്റ് ഓഫ് ഓൾ ബോയ്സ് presently studying in +1 class. അപ്പൊ സെറ്റ് എ ആണെന്ന് വിചാരിക്കാം. സെറ്റ് ഓഫ് ഓൾ ബോയ്സ് presently studying in +1 class. അപ്പൊ അതിന് ഫൈനൈറ്റ്, അതിന് മെമ്പേഴ്സിന്റെ എലമെന്റ്സ് ഉണ്ട്. നിങ്ങളുടെ ABCD അല്ലെങ്കിൽ നിങ്ങളുടെ പേരുകൾ അവിടെ വന്ന് ലിസ്റ്റ് ചെയ്തു, അതാണ് എ. പക്ഷേ വേറൊരു സെറ്റ് കൺസിഡർ ചെയ്യുക, ബി എന്നൊരു സെറ്റ് കൺസിഡർ ചെയ്യുക. അതെന്താ? സെറ്റ് ഓഫ് ഓൾ ബോയ്സ് presently studying in +1 class as well as 10th. അങ്ങനെ വരുമ്പോ ഇത് പോസിബിൾ അല്ല. അപ്പൊ അതില് എലമെന്റ്സ് ഇല്ല. 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളില്ല, 2 ക്ലാസ് ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എംപ്റ്റി സെറ്റാണ്, നൾ സെറ്റാണ്. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ക്ലിയർ? അപ്പൊ വേറൊരു എക്സാമ്പിൾ നോക്കാം, അത് എംപ്റ്റി സെറ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. വേറൊരു സെറ്റ് എ. ദി സെറ്റ് ഓഫ് ഓൾ എക്സ് such that one less than x less than 2 and x is a natural number. X is a natural number less than 1 less than x less than 2. അപ്പൊ ഏതാ 1നും 2നും ഇടയിൽ എടുക്കുന്ന നാച്ചുറൽ നമ്പർ ഏതാ? 1, 2, 3. അതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്. 1 കഴിഞ്ഞാൽ 2 തന്നെയുള്ളൂ. ഇപ്പൊ 1ന്റെയും 2ന്റെ ഇടയിൽ നാച്ചുറൽ നമ്പർ ഇല്ല. അപ്പൊ അത് എന്താണ്? എംപ്റ്റി സെറ്റ് ആണ്. അതില് എലമെന്റ് ഇല്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇത് എംപ്റ്റി സെറ്റ് ആണ്. അല്ലെങ്കിൽ 5 എഴുതാം, എംപ്റ്റി സെറ്റ് ആണ്. വേറൊരു സെറ്റ് ബി എടുത്തോ. സെറ്റ് ഓഫ് ഓൾ എക്സ് such that x² - 2 = 0. X is a rational number. അതുകൂടി ഉണ്ടാ കണ്ടീഷൻ. X is a rational number. ഇതാണ് സെറ്റിന്റെ ഡെഫിനിഷൻ. ഇത് എന്ത് ഫോമാണ്? ഇത് സെറ്റ് ബിൽഡർ ഫോമാണ്. ഈ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാവുള്ളൂ എംപ്റ്റി ആണോ അല്ലേ. ഓക്കെ, റോസ്റ്റർ ഫോമില് ഇതിലൊരു ഡെഫിനേഷൻ കിടക്കും. മീൻസ് സെറ്റ് ബിൽഡർ ഫോമിന് ഡെഫിനേഷൻ കിടക്കും. ഇത് കണ്ടിട്ട് നമ്മളിത് എംപ്റ്റി സെറ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. അത് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൽ എലമെന്റ് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാവും. അപ്പോഴാണ് നമ്മൾ എംപ്റ്റി സെറ്റ് തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നോക്കൂ. ഇതിനെ
എക്സ് ഈസ് എ റേഷണൽ നമ്പർ. എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ 0 കിട്ടണം. നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂസ് ഒന്നും കാണാനില്ല. 1 കൊടുത്താൽ 1 സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0 അല്ല. 2 കൊടുത്താൽ 4 ആയി. പിന്നെ ഇതിലൊരു സൊല്യൂഷൻ ഉണ്ട്. എന്താണത്? നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിലൊരു സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഇതിൽ സാറ്റിസ്ഫൈ ചെയ്ത് നോക്കാം. √2 ഹോൾ സ്ക്വയർ ആണെങ്കിലോ, √2 ഹോൾ സ്ക്വയർ മൈനസ് 2, √2 ഹോൾ സ്ക്വയർ 2 മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോ √2 ആണ് ഇതിൽ വരുവാണെങ്കിൽ ഒരു എലമെന്റ്. പക്ഷെ അത് വരുമോ? ഇല്ല. കാരണം എക്സ് ഈസ് എ റേഷണൽ നമ്പർ, ബട്ട് √2 ഈസ് ഇറേഷണൽ നമ്പർ. നമുക്കറിയാം. അപ്പൊ √2 ഇതിന് സൊല്യൂഷൻ ആണെങ്കിൽ √2 ഇതിലെ എലമെന്റ് അല്ല. കാരണം എക്സ് ഈസ് എ റേഷണൽ നമ്പർ. മനസ്സിലായോ? അപ്പൊ ഇതും ഒരു നൾ സെറ്റ് ആണ്. നൾ സെറ്റ്. ക്ലിയർ? ഇങ്ങനെയാണ് നൾ സെറ്റ് മനസ്സിലാവും. ഇനി സെറ്റ് ഓഫ് ഓൾ ഈവൺ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2 എന്ന് വിചാരിക്കും. സെറ്റ് ഓഫ് ഈവൺ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2. ഇപ്പൊ പ്രൈം നമ്പേഴ്സ് നമുക്ക് എന്താണെന്ന് അറിയാം. അതിന്റെ എന്താണ് ഫാക്ടർ? ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ 1 അങ്ങനെ വരുന്ന നമ്പേഴ്സാണ് പ്രൈം നമ്പർ. അപ്പൊ രണ്ടിനേക്കാളും വലിയ ഈവൻ പ്രൈം നമ്പർ ഏതാണ്? 2 കഴിഞ്ഞ 3, 3, 5, 7 ഇതൊക്കെയാണ്. പക്ഷെ ഇതൊന്നും ഒരിക്കലും ഈവൺ ആവില്ല. പ്രൈം നമ്പേഴ്സ് ഒരിക്കലും ഈവൺ അല്ല. ആ കൂടി ഒരു പ്രൈം നമ്പർ മാത്രമേ ഈവൺ ഉള്ളൂ, 2 ആണ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞു. അതിനേക്കാൾ വലിയ ഈവൻ പ്രൈം നമ്പർ ഉള്ള സെറ്റ് എന്ന് പറഞ്ഞു. സെറ്റ് ഓഫ് ഓൾ ഈവൻ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2. അങ്ങനെ ഒരു സെറ്റ് ഇല്ല. അങ്ങനെ സെറ്റ് നൾ സെറ്റ് ആണ്. അതും നൾ സെറ്റ് ആണ്. ക്ലിയർ? ആ ഇനി ഒരു ക്വസ്റ്റ്യൻ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4. സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4. എക്സ് ഈസ് ഓഡ്. അതാണ് കണ്ടത്. ഇതാണ് സെറ്റ്. എക്സ് ഈസ് ഓഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടോ? ഇതിന്റെ റോസ്റ്റർ ഫോമിലേക്ക് നോക്കൂ. അപ്പൊ ഇത് നൾ സെറ്റ് ആണോ എന്ത് സെറ്റ് ആണോ നമുക്ക് മനസ്സിലാവും. 2 കൊടുത്താൽ നമുക്ക് കൂടെ സാറ്റിസ്ഫൈ ചെയ്യും. 2 സ്ക്വയർ 4 ഈക്വൽ 4. ബട്ട് എക്സ് ഈസ് ഓഡ് എന്ന് പറഞ്ഞത് 2 ഈസ് ഈവൺ. അപ്പൊ നമുക്ക് 2 മാത്രമായിട്ട് നമ്പർ ആവാൻ എലമെന്റ് ആവാൻ സാധ്യതയുള്ളൂ. പക്ഷേ അത് ഓഡ് അല്ല, ഈവൺ ആണ്. അതുകൊണ്ട് അതിന് ഇല്ല. അപ്പൊ അത് നൾ സെറ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഇത് നൾ സെറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയ ഒരു സബ് ടോപ്പിക് എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ്, ഇൻഫിനൈറ്റ് സെറ്റ്. ഇത് രണ്ടും വേണം. അപ്പൊ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദി സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ any element is called null set. The set which does not contain any element is called null set or empty set. Clear? ഇപ്പൊ പറഞ്ഞത് ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എലമെന്റ്സ് ഉണ്ട്, പക്ഷെ അത് നമ്പർ ഫൈനൈറ്റ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഓൾമോസ്റ്റ് കുറെ സെറ്റുകളെല്ലാം ഫൈനൈറ്റ് സെറ്റുകൾ തന്നെയാണ്. അപ്പോ സെറ്റ് ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക്, സെറ്റ് ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക്, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, അങ്ങനെ നമ്മൾ സാറ്റർഡേ വരെ എഴുതും. അത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് ഫൈനൈറ്റ് ആണ്. അപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഡേയ്സ് ഇൻ എ വീക്ക്, ഇത് ഫൈനൈറ്റ് സെറ്റ് ആണ്. ക്ലിയർ? ഇനി സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് അതെന്താ? ഫൈനൈറ്റ് ആണ്. 1, 2, 3, 4, 5, 6 അതൊരു നമ്പർ നിൽക്കുന്നില്ല. അത് ഇൻഫിനിറ്റ് ആണ്. അപ്പൊ അത് ഇൻഫിനിറ്റ് ആണ്. അപ്പൊ ഇൻഫിനിറ്റ് സെറ്റ് ആൻഡ് ഫൈനൈറ്റ് സെറ്റ് ഉണ്ട്. ഇൻഫിനിറ്റ് സെറ്റ് എന്താണ് ഇൻഫിനിറ്റ് സെറ്റ്? ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറഞ്ഞാല് ദി സെറ്റ് which is empty or it consists a definite number of elements. എന്താണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ? എ സെറ്റ് which is empty or it consists a definite number of elements. അപ്പൊ എംപ്റ്റി സെറ്റും
ഫൈനൈറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു നിശ്ചിത നമ്പറുള്ള എലമെന്റ്സ് ഉള്ള എല്ലാ സെറ്റുകളും ഫൈനൈറ്റ് ആണ്. അതർവൈസ് ദി സെറ്റ് ഈസ് കോൾഡ് ഇൻഫിനിറ്റ്. അപ്പൊ ഇൻഫിനിറ്റിന്റെ എന്താണ് ഡെഫിനിഷൻ? ഫൈനൈറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്? ദി സെറ്റ് ഓഫ് all x, the set which is empty or it consists a definite number of elements is called finite set. Otherwise, the set is infinite. Clear? അപ്പൊ അതാണ്. അപ്പൊ ഇൻഫിനിറ്റ് സെറ്റ് നമുക്ക് മനസ്സിലായി. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഈ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം, പക്ഷെ അത് നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. റിയൽ നമ്പേഴ്സ് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതാം. കൗണ്ടിങ് നമ്പേഴ്സ് അല്ലല്ലോ, നമുക്കൊരു പാറ്റേൺ ചെയ്യാം. അപ്പൊ ചില സെറ്റ് നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റാത്ത ഒരു കേട്ടോ, അത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അത് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതും, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ റിയൽ നമ്പർ. പക്ഷെ അത് നമ്മളെങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല. അത് ഇൻഫിനിറ്റ് തന്നെയാണ്, ഇൻഫിനിറ്റ് സെറ്റാണ്. അപ്പൊ ഈ ഇൻഫിനിറ്റ് സെറ്റ് എന്താണെന്ന് മനസ്സിലായി. എംപ്റ്റി സെറ്റ് എന്താണെന്ന് മനസ്സിലായി. ക്ലിയർ? ഇനി നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം. ഇൻഫിനിറ്റ് സെറ്റ് എക്സ് മൈനസ് ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. എക്സ് ബിലോങ്സ് ടു എൻ. എക്സ് ബിലോങ്സ് ടു എൻ എന്ന് പറഞ്ഞു ഉദ്ദേശിച്ചത് നാച്ചുറൽ നമ്പർ ആണ് എക്സ്. അല്ലെങ്കിൽ നമുക്ക് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതും. അങ്ങനെ എഴുതാറുണ്ട് നമ്മൾ. അതിന് പകരം എക്സ് ബിലോങ്സ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എൻ എലമെന്റ് ഓഫ് എൻ. എക്സ് നാച്ചുറൽ നമ്പറിൽ പെട്ടതാണ്, നാച്ചുറൽ നമ്പർ ആണ്. അതാണ് ഇങ്ങനെ ഈ സിമ്പൽ യൂസ് ചെയ്യുക. എക്സ് എലമെന്റ് ഓഫ് എൻ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു എൻ എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് യൂസ് ചെയ്താലും എക്സ് ഈസ് എൻ എലമെന്റ് ഓഫ് എൻ എന്ന് നീട്ടി എഴുതുന്നതിന് പകരം എക്സ് ഈസ് എൻ എലമെന്റ് ഓഫ് എൻ ഇങ്ങനെ ഷോർട്ട് ആയിട്ട് എഴുതാം. അപ്പോ നമ്മൾ റോസ്റ്റർ ഫോമിലാണ് ചെക്ക് ചെയ്യുക. റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി നോക്കുമ്പോഴാണ് നമുക്കിത് എംപ്റ്റി ആണോ, ഫൈനൈറ്റ് ആണോ, ഇൻഫൈനൈറ്റ് ആണോ എന്ന് കണ്ടെത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഈ സെറ്റ് ഈ 3 കാറ്റഗറിയിൽ പെടും. ഏത് കാറ്റഗറിയിൽ പെടുമെന്ന് നോക്കണം. എംപ്റ്റി സെറ്റ് ആണോ, ഫൈനൈറ്റ് സെറ്റ് ആണോ, ഇൻഫിനിറ്റ് സെറ്റ് ആണോ നമുക്ക് നോക്കാം. ഇവിടെ എക്സ് ബിലോങ്സ് ടു എൻ. അപ്പൊ നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ നാച്ചുറൽ നമ്പർ നമ്മൾ 1 കൊടുക്കാം. ഇവിടെ ഇത് സൊല്യൂഷൻ കാണുകയാണെങ്കിൽ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 ആൻഡ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ആണല്ലോ. ദെൻ എക്സ് ഈക്വൽ ടു പ്ലസ് 1 ആൻഡ് എക്സ് ഈക്വൽ ടു 2. അപ്പൊ നമ്മൾ ഇതിന്റെ റോസ്റ്റർ ഫോമിലുള്ള എലമെന്റ്സ് ഏതാ? 1, 2. ഡെഫിനറ്റ്ലി ഫൈനൈറ്റ്. ഫൈനൈറ്റ് ക്ലിയർ? ഇനി നമുക്ക് വേറൊരു ഇത് നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ. 2x minus 1 equal to 0. 2x minus 1 equal to 0. The set of all x such that set of all x such that 2x minus 1 equal to 0 and x belongs to n. അല്ലെങ്കിൽ x is a natural number. നമ്മളിങ്ങനെ എഴുതുന്നു x belongs to n. ഇത് നമുക്ക് ചെക്ക് ചെയ്യണം. നൾ സെറ്റ് ആണോ, ഫൈനൈറ്റ് സെറ്റ് ആണോ, ഇൻഫിനിറ്റ് സെറ്റ് ആണോ. അപ്പൊ ഇത് സെറ്റ് ബിൽഡർ ഫോം ആണ്. നമുക്ക് ഏറ്റവും എളുപ്പം ഏതാണ്? റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്ക് അതിന് ഫൈനൈറ്റ് ആണോ, നൾ സെറ്റ് ആണോ, ഇൻഫിനിറ്റ് ആണോ എന്ന്. അത് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോ ഈ എക്സ് നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ എക്സിന് വാല്യൂ 1 കൊടുത്തു നോക്കും. എക്സിന് വാല്യൂ 1 കൊടുത്താൽ എന്തുണ്ടാവും? 2 into 1, 2 minus 1 not equal to 0. അപ്പൊ 1 പറ്റില്ല. പിന്നെ 2 കൊടുത്തു. 2 കൊടുത്താൽ 4 minus 1 not equal to 0. അപ്പൊ ഇനി എന്തായാലും കൂട്ടി 1, 2, 3 പറ്റില്ല. പിന്നെന്താ? 0 കൊടുക്കാൻ പറ്റില്ല. അത് നമുക്കൊരു എലമെന്റ് ഇതിൽ കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോ ദിസ് ഈസ് നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് എഴുതണം. നൾ സെറ്റ്. നൾ സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ
set of all prime numbers. Set of all prime numbers. ഏതാ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. Set of all x such that x is a prime number എന്ന് വിചാരിക്കും. അപ്പൊ എന്താ പ്രൈം നമ്പർ? അതിന്റെ എന്താണ് നമുക്കറിയാം. 2, 3, 5, 7, 11, 13 ഇങ്ങനെ പോകും. 17 അതിന് എൻഡില്ല. അത് ഇൻഫിനിറ്റ് ആണ്. അപ്പൊ ഇൻഫിനിറ്റ് സെറ്റ്. ദിസ് ഈസ് ദി ആൻസർ. ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ക്ലിയർ? അപ്പോ നമ്മൾ ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എംപ്റ്റി സെറ്റ് ആണോ, ഫൈനൈറ്റ് സെറ്റ് ആണോ, ഇൻഫിനിറ്റ് സെറ്റ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ? അതിനകത്ത് ആദ്യം നമ്മൾ അത് റോസ്റ്റർ ഫോമിൽ കൺവേർട്ട് ചെയ്ത് നോക്കണം. അപ്പൊ അതിൽ എലമെന്റ്സ് ഉണ്ടോ? എലമെന്റ്സ് ഒറ്റ എലമെന്റും ഇല്ലെങ്കിൽ അത് എംപ്റ്റി സെറ്റ് ആണ്. അതിൽ എലമെന്റ് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എണ്ണം അനുസരിച്ച് ഉള്ളതാണെങ്കിൽ അത് ഫൈനൈറ്റ് സെറ്റ് ആണ്. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ അത് ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ഓക്കെ, ക്ലിയർ? വേറൊരു ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ്സ് 42. അങ്ങനെയാണെങ്കിലോ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് natural numbers which divides 42. So 42 എന്നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പറിന്റെ ഒരു സെറ്റ് ആയിട്ട് എഴുതാം. അപ്പൊ അതിന് എലിമെന്റ്സ് എന്തെല്ലാം നമുക്ക് നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് 1, 2, 3, 4, 5 ആണ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് 42. അപ്പൊ നമ്മൾ 1 പറ്റും, 2 ഡിവൈസർ ആണ്, 3 ഡിവൈസർ ആണ്, 4 ഡിവൈസർ ആണോ? 4 ഡിവൈസർ അല്ല, 5 അല്ല, 6 ഡിവൈസർ ആണ്. അങ്ങനെയാണെങ്കിൽ 7 ആണ്. 8 ഡിവൈസർ അല്ല, 9 അല്ല, 10 അല്ല, 11 അല്ല, 12 അല്ല, 13 അല്ല, 14 ഡിവൈസർ ആണ്. 15, 16, 17, 18, 20, 21 into 2 42. ഇനി ഡിവൈസർ ഒന്നും കിട്ടില്ല. ഇനി ഒരു ഡിവൈസർ 42. അപ്പൊ ഇതാണ് ഇതിന്റെ എലമെന്റ്സ്. സെറ്റ് ഓഫ് ഹോൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ്സ് 42 എന്നുള്ളതിന്റെ എലമെന്റ്സ് ആണ് 1, 2, 3, 6, 7, 14, 21, 42. അങ്ങനെയാണെങ്കിൽ സെറ്റ് എന്താ? സെറ്റ് A equal to this set 1, 2, 3 up to 42. ഇതാണ് ഇതിന്റെ ആൻസർ. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ്സ് 42. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണെങ്കിൽ റൈറ്റ് ദി സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ തന്നിട്ട് റൈറ്റ് ദി സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ x² പ്ലസ് x മൈനസ് 2. x² പ്ലസ് x മൈനസ് 2 ഈക്വൽ ടു 0. ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദി സൊല്യൂഷൻ ഓഫ് x² പ്ലസ് x മൈനസ് 2 ഇൻ റോസ്റ്റർ ഫോം. ഈ റോസ്റ്റർ ഫോമില് ഇതിന്റെ സൊല്യൂഷൻ എഴുതണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ അതിന്റെ സൊല്യൂഷൻ കാണാൻ നമുക്ക് പല മെത്തേഡ് അറിയാം. ഒരു മെത്തേഡ് പറയുകയാണെങ്കിൽ 2 സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ എയും ബിയും, അപ്പൊ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത -2 കിട്ടണം, ആഡ് ചെയ്താൽ 1 കിട്ടണം. അപ്പൊ അങ്ങനെയുള്ളൊരു വാല്യൂ എന്താ? 2 -1. അപ്പൊ -1 into 2 -2, 2 plus -1 plus 1. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം? ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. x minus 2 into x plus 1 equal to 0. അപ്പോ x equal to 2 and
എക്സ് ഈക്വൽ ടു മൈനസ്. ക്ലിയർ? അപ്പോ നമ്മുടെ സൊല്യൂഷൻ കിട്ടി 2ഉം 1 -1. അതാണ് ഈ ഇക്വേഷൻ സൊല്യൂഷൻ. അപ്പോ റൈറ്റ് ദി സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ 0 ഇൻ റോസ്റ്റർ ഫോം. അപ്പൊ റോസ്റ്റർ ഫോമിന് എഴുതണം. അപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്യണം. അപ്പോ ദി സെറ്റ് എന്താ 2 മൈനസ്. This is the answer. The roster form is roster form is the set 2 minus. Okay. अब इങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ദി പോസിറ്റീവ് ഇന്റീജേഴ്സ് ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദി പോസിറ്റീവ് ഇന്റീജേഴ്സ് ആൻഡ് എക്സ് സ്ക്വയർ less than 40. Positive integers എഴുതണം. Write the positive integers and x square less than 40. അപ്പൊ x square less than 40 സാറ്റിസ്ഫൈ ചെയ്യുന്ന പോസിറ്റീവ് ഇന്റീജേഴ്സിന്റെ ഒരു സെറ്റ് നമുക്കത് റോസ്റ്റർ ഫോമിൽ എഴുതാം. അപ്പൊ എങ്ങനെ എഴുതണം? പോസിറ്റീവ് ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 അങ്ങനെ പോകും. എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 വരണം. അപ്പോ അതിന്റെ എലമെന്റ്സ് ആ എന്താ? എലമെന്റ്സ് 1 സ്ക്വയർ ലെസ് ദാൻ 40 ആണ്. 2 സ്ക്വയർ ലെസ് ദാൻ 40 ആണ്. 3 സ്ക്വയർ ലെസ് ദാൻ 40 ആണ്. 4 സ്ക്വയർ 16 അത് ലെസ് ദാൻ 40 ആണ്. അപ്പൊ 4 എലമെന്റ് ആണ്. 5 സ്ക്വയർ ദാറ്റ് ഈസ് 25 ലെസ് ദാൻ 40 ആണ്. അപ്പൊ 5 എലമെന്റ് ആണ്. 6 സ്ക്വയർ 36 ലെസ് ദാൻ 40 ആണ്. അപ്പൊ 6 എലമെന്റ് 7 സ്ക്വയർ 49 എക്സീഡ് 40. അപ്പൊ ലെസ് ദാൻ 40 അല്ല. അപ്പൊ ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യില്ല. അപ്പൊ ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്ന ഇത്രയും എലമെന്റ്സ് ഉണ്ട്. 1 2 3 4 5 6. അപ്പൊ എന്താ ആൻസർ? ദി സെറ്റ് ഇങ്ങനെ എഴുതാം. ഇതാണ് ഇതിന്റെ ആൻസർ. എന്താണ്? റൈറ്റ് ദി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റീജേഴ്സ് ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40. മനസ്സിലായോ? അങ്ങനെയാണ് ഇത് പോകുന്നത്. ഇപ്പൊ ഇതിന്റെ റോസ്റ്റർ ഫോം എഴുതി, ഇതിന്റെ എന്താ സെറ്റ് ബിൽഡർ ഫോം എഴുതാണെങ്കിലോ, സെറ്റ് ബിൽഡർ ഫോം നമ്മൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റീജർ. അതായത് എക്സ് ഈസ് എ പോസിറ്റീവ് integer and x square less than 40. ഇങ്ങനെ എഴുതിയാൽ അത് സെറ്റ് ബിൽഡർ ഫോമിലുള്ള ആൻസർ ആയി. ക്ലിയർ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സെറ്റ് ബി ദി സെറ്റ് ഓഫ് ഓൾ എക്സ്. അത് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നേക്കും. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് an integer, x is an integer and minus half less than x less than 9/2. ഇതാണ് കണ്ടീഷൻ. അങ്ങനെയുള്ള ഒരു സെറ്റ് എഴുതണം. സെറ്റ് ഓഫ് ഇത് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നു. അപ്പൊ നമ്മളിത് റോസ്റ്റർ ഫോമിൽ എഴുതണമെന്ന് വിചാരിക്കുക. Set of all x such that x is an integer and minus half less than x less than 9/2. അപ്പോ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ അതിന്റെ എലമെന്റ്സ് നമ്മൾ എഴുതണം. എലമെന്റ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ? -12നും 9/2നും ഇടയ്ക്ക് വരുന്ന ഇന്റീജേഴ്സ് എന്നാണ് പറയുന്നത്. ഇന്റീജേഴ്സ് അങ്ങനെയാകുമ്പോൾ -12 അതിന് വലുതാ പറ്റുള്ളൂ. ഇപ്പൊ -12 കഴിഞ്ഞാൽ അടുത്ത വലിയ ഇന്റീജർ ഏതാ? 0 ആണ്. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലാണ് -1 വരിക. അപ്പോ ഈ -12നേക്കാൾ ചെറുതാണ്. അപ്പൊ അത് പറ്റില്ലല്ലോ. അപ്പൊ അതിനേക്കാൾ വലുത് -12 കഴിഞ്ഞാൽ പിന്നെ 0 ആണ് ഇന്റീജർ. പിന്നെ വരുന്ന ഇന്റീജർ 1 ആണ്. പിന്നെ വരുന്ന ഇന്റീജർ 2 ആണ്. പിന്നെ വരുന്ന ഇന്റീജർ 3 ആണ്.
ഇതെന്താ 9/2? 9/2 എന്ന് പറഞ്ഞാൽ 4.5 അല്ലെ? അപ്പോ അതിന് തൊട്ട് മുമ്പത്തെ ഇന്റീജർ 4 വരെ വരുള്ളൂ. 4. അപ്പൊ ഇതാണ് ഇതിന്റെ എലിമെന്റ്സ്. സോ ദിസ് സെറ്റ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആയി ദിസ് സെറ്റ് 0 1 2 3 4. ഇത് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഈസ് എ ഇന്റീജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൈനസ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2 എന്ന് പറയുകയാണെങ്കിൽ ഈ 0 വരാൻ പറ്റില്ല. ഇന്റീജർ ആയതുകൊണ്ടാണ് 0 എന്ന്. അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 0 ഒഴികെ ബാക്കി എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി. ക്ലിയർ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സെറ്റ് 1/2 2/3 3/4 4/5 5/6 ഇതാണ് സെറ്റ്. ഇതെന്ത് ഫോമാണ്? ഇത് റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിലുള്ള ഒരു സെറ്റ് നമുക്ക് തന്നേക്കണം. ഇത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ എങ്ങനെ ചെയ്യും? ഇത് സെറ്റ് ബിൽഡർ ഫോമിൽ എന്തെങ്കിലും ഒരു ഫോമുലയോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ വരുമ്പോൾ ആ കണ്ടീഷൻ ഇത് പാലിക്കുന്ന എലമെന്റ്സ് ആയിരിക്കും ഇത്. അപ്പൊ നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഹാഫ് 2/3 3/4 4/5 ഒരു വ്യത്യാസം, ഒരു പ്രത്യേകത കാണുന്നത് ന്യൂമറേറ്റർ 1 അതിനേക്കാൾ ഒന്ന് കൂടുതലാണ് ഡിനോമിനേറ്റർ. 2 ന്യൂമറേറ്റർ 1 കൂടുതലാണ് ഡിനോമിനേറ്റർ. 3 ന്യൂമറേറ്റർ 1 കൂടുതലാണ് ഡിനോമിനേറ്റർ. അപ്പൊ നമ്മളൊരു എന്താ ഒരു ഡെഫിനിഷൻ കാണാം. എക്സ് ഈക്വൽ ടു അപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്താ എക്സ് ഈക്വൽ ടു എങ്ങനെയുള്ള എക്സുകളാണ്? ഇവിടെ ന്യൂമറേറ്ററിനേക്കാൾ കൂടുതൽ ഡിനോമിനേറ്റർ. അപ്പൊ ന്യൂമറേറ്റർ n ആണെങ്കിൽ ഡിനോമിനേറ്റർ n+1. ക്ലിയർ? അപ്പൊ ഇതാണ് ഇതിന്റെ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു n/n+1 where n is a natural number. എങ്ങനെ എഴുതണം? n is a natural number. പിന്നെ n-ന്റെ വാല്യൂ എന്തൊക്കെ കൊടുക്കാം? ഇവിടെ ഇത്രയും കിട്ടണം. അപ്പൊ n1 കൊടുത്താൽ 1/1+1 1/2. അപ്പൊ ഇത് ശരിയായി. 2 കൊടുത്താൽ 2/3 ശരിയായി. 3 കൊടുത്താൽ 3/4 ശരിയായി. 4 5. അപ്പൊ നമ്മൾ n-ന്റെ വാല്യൂ 1 മുതൽ 5 വരെയുള്ള വാല്യൂ കൊടുത്താൽ 5/6 എന്ന് വരും. അപ്പൊ n-ന്റെ വാല്യൂ എന്ത് ചെയ്യണം? 1 less than or equal to n less than or equal to 5. 1 വരാം 5 വരാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കണം. എന്നിട്ട് ഇത് സെറ്റ് ക്ലോസ് ചെയ്താൽ ഇതാണ് ഇതിന്റെ ആൻസർ. സെറ്റ് ബിൽഡർ ഫോമിൽ ഇങ്ങനെ എഴുതാം ഈ ക്വസ്റ്റ്യൻ 1/2 2/5 3/4 4/5 5/6 എന്നുള്ള റോസ്റ്റർ ഫോമിലുള്ള ഈ സെറ്റ് നമുക്ക് ബിൽഡർ ഫോമില് സെറ്റ് ബിൽഡർ ഫോമില് സെറ്റ് ഓഫ് ഇങ്ങനെ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു n/n+1 n is a natural number and 1 less than or equal to n less than or equal to 5. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ. നമുക്ക് റോസ്റ്റർ ഫോം തരുന്നു, സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുന്നു. സെറ്റ് ബിൽഡർ ഫോം തരുന്നു, റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുന്നു. നമ്മൾ കറക്റ്റ് സെറ്റ് എന്താണെന്ന് പഠിച്ചു. ദി വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക് ആണ്. ഇനി അടുത്ത സബ് ടോപ്പിക് ഈക്വൽ സെറ്റ്സ്. എന്താണ് ഈക്വൽ സെറ്റ്? A and B are two sets. Then A and B are said to be equal sets if every element of A is also an element of B and every element of B is also an element of A. Aയിലുള്ള എല്ലാ എലമെന്റും തന്നെയാണ് ബിയിലുള്ളത്, ബിയിലുള്ള എല്ലാ എലമെന്റും തന്നെയാണ് എയിലുള്ളത്. അതാണ് ഈക്വൽ സെറ്റ്സ്. The set A and B are said to be equal if
they have the exact same element. നമ്പർ അല്ല, ദി സെയിം എലമെന്റ്. അങ്ങനെയാണെങ്കിൽ അത് ഈക്വൽ സെറ്റ്സ് ആണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. set A equal to 1, 2, 3, 4. ഇവിടെ B സെറ്റ് നോക്കൂ. 1, 4, 3, 2. ഈ രണ്ട് സെറ്റ് ഒറ്റ നോട്ടത്തിൽ ഡിഫറെന്റ് ആയിട്ട് തോന്നും, പക്ഷെ ഇത് ഈക്വൽ സെറ്റ്സ് ആണ്. ഇതിൽ എലമെന്റ്സ് 1, 2, 3, 4 തന്നെയാണ്. ഇതിൽ എലമെന്റ്സും 1, 2, 3, 4 അതിന്റെ ഓർഡർ തെറ്റിച്ച് എഴുതിയേക്കും. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ എന്താ? ഈ സെറ്റിലുള്ള എവരി എലമെന്റ്സ് ഈ സെറ്റിൽ ഉണ്ടായിരിക്കണം, ഈ സെറ്റിലുള്ള എവരി എലമെന്റ്സ് ഈ സെറ്റിൽ ഉണ്ടാകണം. ആ കണ്ടീഷനെ പാലിക്കുന്നു. അല്ലാതെ അതിന്റെ ക്രമം നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത് ഈക്വൽ സെറ്റ്. ദെൻ വിച്ച് ഇംപ്ലൈസ് A equal to B. ക്ലിയർ? ഇനി വേറൊരു സെറ്റ് നോക്കാം. നമുക്ക് വേറൊരു സെറ്റ്, രണ്ട് സെറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ A എന്നുള്ളൊരു സെറ്റ്, സെറ്റ് 0. ഇതെന്ത് സെറ്റ്? ആക്ച്വലി സിംഗിൾ എലമെന്റ് സെറ്റ് ആണ്. ഓക്കെ, വേറൊരു സെറ്റ് B ഈക്വൽ ടു സെറ്റ് X such that X greater than 15 and X less than 5. ഇങ്ങനെ ഒരു സെറ്റ്, രണ്ടാമത്തെ സെറ്റ്. ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും ഇത് സെറ്റ് ബിൽഡർ ഫോം ആണോ, ഇത് റോസ്റ്റർ ഫോം ആണോ, ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് മനസ്സിലാവണമെങ്കിൽ റോസ്റ്റർ ഫോമിലേക്ക് ഒന്ന് കൺവെർട്ട് ചെയ്ത് നോക്കി ഇത് സെയിം ആണോ എന്ന് നോക്കണം. ഇതിന്റെ എലമെന്റ് സെയിം ആണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് സെയിം ആണെങ്കിൽ ഈക്വൽ ആണ്. അപ്പൊ A ഈക്വൽ ടു B നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇത് സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്താണ്? എക്സിന്റെ വാല്യൂ 5നേക്കാൾ ചെറുതായിരിക്കണം, അതുപോലെ തന്നെ എക്സിന്റെ വാല്യൂ 15നേക്കാൾ വലുതുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് കിട്ടും? ഇല്ല. എക്സ് 5നേക്കാൾ ചെറുതാവണം, അതുപോലെ തന്നെ 15നേക്കാൾ വലുതാവണം, നടക്കില്ല. അതുകൊണ്ട് ബി സെറ്റ് എന്ന് പറയുന്നത് റോസ്റ്റർ ഫോം നൾ സെറ്റ് നേടും. നൾ സെറ്റ് ഇതിലില്ല, എലമെന്റ് ഇല്ല. ഇപ്പൊ നോക്കൂ, സെറ്റ് A ഈക്വൽ ടു സെറ്റ് 0, സെറ്റ് B ഈക്വൽ ടു സെറ്റ് 0, സെറ്റ് നൾ സെറ്റ്. ഇത് രണ്ട് തുല്യാണോ? അല്ല, ഇതിലൊരു എലമെന്റ് ഉണ്ട്, അത് 0 ആണെന്ന് മാത്രമല്ല. അതിന്റെ അർത്ഥം അതിലില്ല എന്നല്ല. 0 എലമെന്റ്, ഒരു എലമെന്റ് ഉണ്ട് ഇതിന് ഒറ്റ എലമെന്റും ഇല്ല. അതുകൊണ്ട് A നോട്ട് ഈക്വൽ ടു B. മനസ്സിലായോ? വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചോ. C എന്ന് പറഞ്ഞ സെറ്റ് ഇതാണ് ഇത് 5. ഇതെന്താ സെറ്റ്? നൾ സെറ്റ് ആണത്? അല്ല, നൾ സെറ്റ് അല്ല. ഇത് സിംഗിൾ എലമെന്റ് സെറ്റ് ആണ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലെങ്കിൽ 5 എന്ന് മാത്രം എഴുതണം. ഇത് നൾ സെറ്റിന് ഡിനോട്ട് ചെയ്യും, ഇത് നൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യും. ഇത് നൾ സെറ്റ് അല്ല. 5 എന്നുള്ള നൾ സെറ്റിന്റെ സിമ്പിൾ ആണ്, പക്ഷെ അത് സെറ്റിന്റെ ഉള്ളിൽ കിടക്കും. അതുകൊണ്ട് അത് ഒരു എലമെന്റ് ആണ്. ഈ സെറ്റിൽ ഒരു എലമെന്റ്, സിംഗിൾ എലമെന്റ് സെറ്റ് ആണ്. ഇത് നൾ സെറ്റ് അല്ല. ഇതും ഈക്വൽ അല്ല, ഇതും ഈക്വൽ അല്ല. ഓക്കെ, നോട്ട് ഈക്വൽ ടു സി, നോട്ട് ഈക്വൽ ടു സി. ക്ലിയർ? ഇനി വേറൊരു നോക്കുകയാണെങ്കിൽ സി, വേറൊരു സെറ്റ് നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് such that x minus 5 equal to 0. X is a natural number. X belongs to n എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഏതെങ്കിലും തുല്യാവൂ? ഈ സെറ്റോ ഏതെങ്കിലും തുല്യാവൂ നോക്കാം. നമ്മളെങ്ങനെ ഇത് റോസ്റ്റർ ഫോമിൽ കൺവേർട്ട് ചെയ്ത് നോക്കണം. അപ്പൊ എക്സിന് വാല്യൂ നമ്മൾ കൊടുക്കണം. എക്സിന് വാല്യൂ 1 കൊടുത്താൽ 0 കിട്ടണം. അപ്പൊ 1 കൊടുത്താൽ പറ്റില്ല, 2 കൊടുത്താൽ പറ്റില്ല, 0 കിട്ടില്ല, സാറ്റിസ്ഫൈ ചെയ്യില്ല, 3 പറ്റില്ല, 4 പറ്റില്ല, 5 മാത്രം പറ്റും. അപ്പൊ എന്താ? ഇത് സെറ്റ് 5 ആണ്.
പിന്നെ 6 കൊടുത്താലും പറ്റില്ല, ഒന്നും കൊടുത്താൻ പറ്റില്ല. അപ്പൊ 5 ആണ് ഫോർമുല. ഇതാണ് ഈ സെറ്റ്. ഈ സെറ്റ് ഇതിന് തുല്യമാണോ അല്ലെങ്കിൽ ഇതിന് തുല്യമാണോ? അല്ല. അതുകൊണ്ട് ഇത് ഡി എന്ന് കൊടുത്താൽ, ഇത് ഡി എന്ന് കൊടുത്താൽ എ നോട്ട് ഈക്വൽ ടു ഡി, ബി നോട്ട് ഈക്വൽ ടു ഡി. നമുക്ക് തുല്യമായിട്ട് സെറ്റുകളൊന്നും കിട്ടിയില്ല. ഇനി നോക്കുക, എക്സ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 5 എന്ന് വിചാരിക്കും. ഇതൊരു സെറ്റ്. അങ്ങനെ ആവുമ്പോ ഇവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 5, ഇത് നമ്മൾ ഫസ്റ്റ് ഫോമിൽ മാറ്റി എഴുതി നോക്കൂ. ഈ ക്വസ്റ്റ്യൻ ഈ സെറ്റ് ഇതിൽ ഏതെങ്കിലും ഈക്വൽ ആവോ? അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു 5 കിട്ടണം. എക്സ് സ്ക്വയർ ഈക്വൽ ടു 5 കിട്ടണം. എക്സ് സ്ക്വയർ ഈക്വൽ ടു 5 അല്ല 25 ആണ് ബേസ് കേട്ടോ. അപ്പൊ നമുക്ക് 5 കൊടുത്താല് 25 കിട്ടും. 5 വരും, പിന്നെ -5 വരും. ഇതാണ് സെറ്റ്. അപ്പോഴും ഇതിലൊന്നും ഈക്വൽ ആവില്ല. ഇത് ഒരു 5 മാത്രമുള്ളത്, -5 ഉണ്ട്. അപ്പൊ ഇത് ഈക്വൽ സെറ്റ് അല്ല. ക്ലിയർ? ഇനി വേറൊരു സെറ്റ് നോക്കാം. ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് റൂട്ട് ഓഫ് എന്താ ഒരു ഇക്വേഷന്റെ പോസിറ്റീവ് റൂട്ടാണ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 ഈക്വൽ ടു 0 എന്നുള്ള ഒരു സെറ്റ്. ഈ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇ ഈക്വൽ ടു ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 ഈക്വൽ 0. അപ്പൊ ഈ ഇക്വേഷൻ ഈ സെറ്റ് ബിൽഡർ ഫോമിലാണ്. നമുക്ക് റോസ്റ്റർ ഫോമിൽ മാറ്റിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് എലമെന്റ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എലമെന്റ്സ് കണ്ടുപിടിക്കുക, അപ്പൊ റോസ്റ്റർ ഫോമിൽ കൺവേർട്ട് ചെയ്യുക. അപ്പോ ഇതിന്റെ സൊല്യൂഷൻ കാണാം. അപ്പൊ ഈ ഇക്വേഷൻ സൊല്യൂഷൻ കാണാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇക്വേഷൻ സൊല്യൂഷൻ കാണാൻ നമ്മൾ എങ്ങനെയായിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാനായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ -15 കിട്ടണം, ആഡ് ചെയ്താൽ 2 കിട്ടണം. അപ്പൊ എന്താണ് -15 2. അപ്പോ -5 അല്ല +5 പിന്നെ 3 +5 -3 കൊടുത്താൽ നമുക്ക് 3 × 5 -15 കിട്ടും. -3 × 5 -15 കിട്ടും. +5 -3 2 കിട്ടും. അപ്പൊ ഇതാണ് അതിന്റെ സൊല്യൂഷൻ. 5 മൈനസ്. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു അഡീഷണൽ കണ്ടീഷൻ ഉണ്ട്. എക്സ് ഈസ് പോസിറ്റീവ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 ഈക്വൽ 0. അപ്പൊ ഈ രണ്ട് റൂട്ട് ഉണ്ട് ഈ ഇക്വേഷന്. പക്ഷെ ഈ സെറ്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് പോസിറ്റീവ് റൂട്ട് മാത്രം എടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പോ സെറ്റ് ഇ എങ്ങനെ എഴുതും? സെറ്റ് ഇ ഈക്വൽ ടു ദി റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോ ഈ 3 വരില്ല, ഇത് മൈനസ് റൂട്ടാ. ആ സെറ്റിൽ വരില്ല. അപ്പൊ 5 എന്ന് വരും. മനസ്സിലായോ? അപ്പൊ ഇ ഈക്വൽ ടു ദി സെറ്റ് 5. ഇവിടെ ഡി ഈക്വൽ ടു ദി സെറ്റ് 5. അതുകൊണ്ട് ഇ ഈക്വൽ ടു ഡി. അപ്പൊ എങ്ങനെ രണ്ട് സെറ്റുകൾ ഈക്വൽ ആവും എന്ന് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ഒരു സെറ്റ് ഓഫ് ഓൾ x such that x is letter of and x is letters in the word, letters in the word and all എന്ന് വിചാരിക്കുക. A-L-L-O-Y. ഈ വേർഡിന്റെ ലെറ്റേഴ്സ് ആണ് സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റോസ്റ്റർ ഫോം ഏതാ? റോസ്റ്റർ ഫോം എന്താ? ഇതാണ്. അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട, അതാണല്ലോ ആവശ്യം. റിപ്പീറ്റ് ചെയ്യേണ്ട. അപ്പൊ എ എലമെന്റ് ആണ്, എൽ എലമെന്റ് ആണ്, ഒ എലമെന്റ് ആണ്, വൈ എലമെന്റ്. ഓക്കെ. അപ്പൊ ഇതാണ് സെറ്റ്. ഇത് എഫ് എന്ന് കൊടുക്കുന്നു. എഫ് എന്നാണ് സെറ്റ്. വേറൊരു സെറ്റ് കൺസിഡർ ചെയ്യാം.
The set of all x such that x is a letter in the word ഏതാ ലോയൽ എന്ന് കൊടുത്തു. അപ്പോ ഇതിന്റെ സെറ്റ് ഇത് എഫ്, ഇത് ജി എന്ന് കൊടുക്കുന്നു. അപ്പോ ഈ സെറ്റിന്റെ റോസ്റ്റർ ഫോം എൽ ഒ വൈ എ. കണ്ടോ? ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട എൽ റിപ്പീറ്റ് ചെയ്യണം എൽ ഒ വൈ എ. ഇവിടെ എ എൽ ഒ വൈ ഇത് രണ്ടും സെയിം സെറ്റ് ആണ്. കാരണം every element of G is the element of F. Every element of F is also element of G. അതുകൊണ്ട് F equal to G. ക്ലിയർ? അപ്പൊ രണ്ട് സെറ്റുകൾ എങ്ങനെ ഈക്വൽ ആക്കാം എന്ന് മനസ്സിലായില്ലേ? വേറൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. സെറ്റ് എ, ഈ രണ്ട് സെറ്റ് എഴുതാം, അത് ഈക്വൽ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. സെറ്റ് എ n, set of all n such that n belongs to Z. Set എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ and n square greater than or equal to 4. ഇത് ഒരു സെറ്റ്. ബി എന്നൊരു സെറ്റ്, the set of all x belongs to R, set of all x belongs to R. പിന്നെ കണ്ടീഷൻ എന്താ? ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. x square minus 3x plus 2 equal to 0. x square minus 3x plus 2 equal to 0. ഈ രണ്ട് സെറ്റുകളും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ഇത് രണ്ടും സെറ്റുകളുടെ ഫോർമുല എടുക്കുന്നത്. അപ്പൊ ഇത് രണ്ടിനും നമ്മൾ എന്തിലേക്ക് മാറ്റണം? റോസ്റ്റർ ഫോമിലേക്ക് മാറണം. അപ്പൊ എ എന്താണ്? എ സെറ്റ് ഓഫ് ഓൾ n belongs to Z. നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ്? n സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. n സ്ക്വയർ എടുക്കുമ്പോൾ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ 4. അപ്പൊ നാച്ചുറൽ നമ്പർ അത് 1 2 3 4. അപ്പൊ നാച്ചുറൽ നമ്പർ 1 കൊടുത്താൽ 1 സ്ക്വയർ, ഡെഫിനറ്റ്ലി അതിന്റെ ആൻസർ 1 ആണ്. ലെസ് ദാൻ 4 ആണ്. 2 കൊടുത്താൽ 2 സ്ക്വയർ, അത് 4 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ 2 ഇവിടെ വരും. പിന്നെ 3 കൊടുത്താൽ 3 സ്ക്വയർ 9 വന്നു, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 അല്ല. അപ്പൊ എ റോസ്റ്റർ ഫോം, അതില് രണ്ട് എലമെന്റ് ഉണ്ട്, 1 2. ഓക്കെ. ഇനി ബിയുടെ റോസ്റ്റർ ഫോം എഴുതി നോക്കൂ. ബി is a set of all x such that x belongs to a real number ആണ്. x square minus 3x plus 2 equal to 0. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയൽ നമ്പർ. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ കാണാം? ഇതിന്റെ സൊല്യൂഷൻ കാണണം. ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ്? ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ആണ് രണ്ട് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം ആഡ് ചെയ്യുമ്പോൾ -3 കിട്ടണം. അപ്പോ 1ഉം 2ഉം ആണ്. 1ഉം 2 ആണ് അതിന്റെ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടണം. അപ്പൊ -1 -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവായി 2 കിട്ടും, ആഡ് ചെയ്യുമ്പോൾ -3 കിട്ടും. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്താണ്? -1 -2. ഇതാണ് ഇതിന്റെ റോസ്റ്റർ ഫോം. ഓക്കെ. ഇത് രണ്ടും ഈക്വൽ ആണോ? ഇത് സെറ്റ് 1 2, ഇത് സെറ്റ് -1 -2. -1 -2 തന്നെയല്ലേ വരിക? 1 into 2 2 മൈനസ് into മൈനസ് പ്ലസ് 2 -3. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇത് എന്തല്ല? ഈക്വൽ അല്ല. എ നോട്ട് ഈക്വൽ ടു ബി. അപ്പൊ നമ്മൾ രണ്ട് സെറ്റ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താലാണ് നമുക്ക് ആ സെറ്റിന്റെ എലമെന്റുകൾ എന്തെല്ലാം മനസ്സിലാക്കുക. ആ എലമെന്റുകൾ സെയിം എലമെന്റ് ആണ്. ഈ എയിലുള്ള എലമെന്റ് തന്നെയാണ് ബിയിലുണ്ടാവണം, ബിയിലുള്ള എലമെന്റ് തന്നെ എയിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ രണ്ട് സെറ്റ് തുല്യമാണ്. പക്ഷെ അതിന്റെ സീക്വൻസ് ക്രമം നോക്കേണ്ട കാര്യമില്ല. ആ സെറ്റ് two sets A and B are said to be equal if every element of A is same as every element of B. Okay? Clear? അപ്പോൾ രണ്ട് സെറ്റുകൾ എങ്ങനെ
ഈക്വൽ ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ തുടക്കം മുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുമ്പോൾ സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അതിലെ റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. ഈ ക്ലാസ്സിൽ നമ്മൾ എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, പിന്നെ ഫൈനൈറ്റ് സെറ്റ്, ഇൻഫിനിറ്റ് സെറ്റ്, പിന്നെ രണ്ട് സെറ്റുകൾ തമ്മിൽ ഈക്വൽ ഓഫ് സെറ്റ് എങ്ങനെ എന്ന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനിയും കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് യൂണിയൻ, സബ്സെറ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാകാം. ഇന്ന് ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. താങ്ക് യു.